والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب الكتاب الصلاة له التفصل الترهيب من البصاق في المسجد وإلى القبلة ومن إنشاد الضالة فيه وغير ذلك مما يذكر هنا. മസ്ജിദിൽ തുപ്പുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഖിബലയുടെ നേരെ, അതുപോലെ മസ്ജിദിൽ വെച്ച് കാണാതെ ഒരു കാര്യത്തെ പറ്റി വിളിച്ചു പറയുന്നത്, ചോദിക്കുന്നത്, അതുപോലെ മറ്റു പല കാര്യങ്ങളും മസ്ജിദിൽ ചെയ്യാൻ പാടില്ലാത്ത മറ്റു കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഹദീസുകളാണ്. ഇവിടെ മസ്ജിദിൽ തുപ്പുക എന്നുള്ള ഈ വിഷയത്തിലുള്ള ഹദീസുകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മസ്ജിദ് എന്തായിരുന്നു? മണലും അതുപോലെ തന്നെ ചരക്കല്ലുകളും എല്ലാം ആയിട്ടുള്ളതാണ്. നമ്മൾ ഇന്നത്തെ പോലത്തെ കാർപ്പറ്റോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പിന്നെ ബുസാഖ് എന്നുകൊണ്ട് ഒന്നുകൂടി ഉദ്ദേശിക്കുന്നത് ഈ കഫം പോലെയുള്ള കാര്യങ്ങൾ, അത് കുറച്ച് മണ്ണ് നീക്കി ചെറിയ കുഴി എന്തെങ്കിലും ആക്കിയിട്ട് അതിൽ മൂടിക്കളയുന്ന അവസ്ഥ അന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഹദീസുകൾ പരാമർശിക്കുന്നത്. عن ابن عمر رضي الله عنه قال بينما رسول الله صلى الله عليه وسلم يخطب يوما إذ رأى نخامة في قبلة المسجد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മസ്ജിദിന്റെ ഖിബലയുടെ ഭാഗത്തായിട്ട് നുഖാമത്ത് എന്ന് പറഞ്ഞാൽ കഫം എന്നുള്ള ആശയത്തിൽ കാണാനിടയായി. ഒരാരോ കാർക്കിച്ച് തുപ്പിയിട്ടുള്ള അവിടെ കാണാനിടയായി. ഫതഗയ്യള അലന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യം വന്നു, മുഖം കടുപ്പിച്ചു ജനങ്ങളുടെ നേരെ. സുമ്മ ഹക്കഹ, എന്നിട്ട് അതിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഫദഅ ബിജഅഫറാൻ ഫലതഹു ബിഹി. ജഅഫറാൻ എന്ന് പറഞ്ഞാൽ നല്ല മണമുണ്ടാകുന്ന ഒരു കാര്യമാണ്, സഫ്രോൺ അർത്ഥത്തിൽ. അതുകൊണ്ടുവന്ന് അതിനെ മായ്ച്ച് അവിടെ വൃത്തിയാക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജൽ ഖിബല വജ്ഹി അഹദികും ഇദാ സല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളും നിസ്കരിക്കുമ്പോൾ അവന്റെ മുൻപിലായിക്കൊണ്ട്, അല്ലാഹു ഉണ്ട് അവന്റെ ദിശയിലായിക്കൊണ്ട്, ഫലാ യബ്സുഖ് ബൈന യദൈഹി, അല്ലാഹുവിന്റെ മുമ്പിലായിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കാർക്കിച്ച് തുപ്പരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിച്ചു. അപ്പോൾ മസ്ജിദിൽ തുപ്പുന്നതും അതുപോലെ തന്നെ ഖിബലക്ക് നേരെ തുപ്പുന്നതും അത് തെറ്റാണ് എന്നറിയിക്കുന്ന ഹദീസാണിത്. ഇതുപോലെ വേറെയും ഹദീസുകളുണ്ട്. وروى ابن ماجه عن قاسم بن مهران وهو مجهول عن أبي رافع عن أبي هريرة أن رسول الله صلى الله عليه وسلم رأى نخامة في قبلة المسجد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മസ്ജിദിന്റെ ഖിബലയുടെ ഭാഗത്ത് ഇതുപോലെ കഫം കണ്ടു, കാർക്കിച്ച് തുപ്പിയതിന്റെ. ഫഖബല അലന്നാസ്, അങ്ങനെ ജനങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല മാ ബാലു അഹദികും യഖൂമു മുസ്തഖ്ബില റബ്ബിഹി ഫയതനഖഉ അമാമഹു. എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പിന്നെ അവൻ ആ മുൻപിലേക്ക് കാർക്കിച്ച് തുപ്പുകയാണ്. അയുഹിബ്ബു അഹദുക്കും അയ്യുസ്തഖ്ബില ഫയതനഖഅ ഫീ വജ്ഹിഹി. നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ നിങ്ങളുടെ നേരെ ഒരാൾ വന്നു നിന്നുകൊണ്ട് കാർക്കിച്ച് തുപ്പുന്നത്, നിങ്ങളുടെ മുഖത്തേക്ക് തുപ്പുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇദാ ബസഖ അഹദുക്കും ഫലിയബ്സുഖ് അൻ ശിമാലിഹി. നിങ്ങളിൽ ആരെങ്കിലും തുപ്പുകയാണെങ്കിൽ അവന്റെ ഇടത് ഭാഗത്തേക്ക് തുപ്പട്ടെ. ഔ ലിയത്ഫുൽ ഹകദാ ഫീ സൗബിഹി, അല്ലെങ്കിൽ അവന്റെ വസ്ത്രത്തിൽ തുപ്പി അത് ആ രീതിയിൽ ഒഴിവാക്കുന്നത്. ഇപ്പൊ നമുക്ക് ടിഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ആ ടിഷ്യൂയിൽ തുപ്പിയിട്ട് അത് ചുരുട്ടി ഒഴിവാക്കുന്ന രീതിയിൽ ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യബ്സുഖു ഫീ സൗബിഹി സുമ്മ യദ്ലുഖു, വസ്ത്രത്തിലാക്കിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തുടച്ച് ഒഴിവാക്കി കളയുന്ന അവസ്ഥയിൽ ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ മുന്നിലേക്ക് തുപ്പുന്നതിനെ കുറിച്ചാണ് ഈ ഗൗരവം വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, തുപ്പുമ്പോൾ മുന്നിലേക്കും വലതു ഭാഗത്തേക്കും തുപ്പരുത്, ഇടത് ഭാഗത്തേക്കോ അല്ലെങ്കിൽ കാലിനടിയിൽ ഈ മണ്ണ് നീക്കി അതിലേക്കാണ് തുപ്പേണ്ടത് എന്ന് കാണാം. ഇത് മസ്ജിദിൽ മാത്രമുള്ള കാര്യമാണോ? അല്ല. ഈ അദബ് മുസ്ലിം എവിടെയാണെങ്കിലും അവൻ തുപ്പുന്ന സമയത്ത് അവന്റെ മുന്നിലേക്കോ വലതു ഭാഗത്തേക്കോ തുപ്പാൻ പാടില്ല എന്ന് ഈ ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് ധാരാളം സ്വഹാബികൾ അത് ചെയ്തത് കാണാം. അങ്ങനെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. മസ്ജിദിൽ മാത്രമല്ല എവിടെയാണെങ്കിലും.
وعن أبي سعيد الخدري رضي الله عنه أن رسول الله صلى الله عليه وسلم كان تعجبه العراجين أن يمسكها بيده. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈന്തപ്പനയുടെ ആ കൊലയുടെ ഭാഗത്തായിട്ടുള്ള ഒരു തണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമായിരുന്നു. ഇടയ്ക്ക് അത് കയ്യിൽ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അത് കയ്യിൽ പിടിച്ചിട്ട് ഫദഖലൽ മസ്ജിദ ദാത യൗമിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് പ്രവേശിച്ചു. വഫീ യദിഹി വാഹിദുൻ മിൻഹ, അതുപോലെ ഒരു ഉർജൻ അറാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലുണ്ട്. ഫറആ നുഖാമാത്തിൻ ഫീ ഖിബ്ലത്തിൽ മസ്ജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബ്ലയുടെ ഭാഗത്ത്, മസ്ജിദിന്റെ ഖിബ്ലയുടെ ഭാഗത്ത് ഇതുപോലെ കഫം കണ്ടു. ഫഹത്തഹുന്ന ഹത്താ അൻഖാഹന്ന, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വടി കൊണ്ട് ചുരണ്ടി കളഞ്ഞു. ثم أقبل على الناس مغضبا فقال, അങ്ങനെ ജനങ്ങളിലേക്ക് കോപിതനായി കൊണ്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, അയുഹിബ്ബു അഹദുക്കും അൻ യസ്തഖ്ബിലഹു റജുലുൻ ഫയബ്സുഖ ഫീ വജ്ഹിഹി, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ നേരെ ഒരാൾ വന്ന് നിന്നിട്ട് മുഖത്തേക്ക് തുപ്പുന്നത് ഇഷ്ടപ്പെടുമോ? ഇന്ന അഹദക്കും ഇദാ ഖാമ ഇല സ്വലാ, നിങ്ങൾ ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഫഇന്നമാ യസ്തഖ്ബിലു റബ്ബഹു, അവനവന്റെ റബ്ബിനെ മുന്നിട്ടിട്ടാണ് നിൽക്കുന്നത്. വൽ മലക്കു അൻ യമീനിഹി, അവന്റെ വലതു ഭാഗത്ത് ഒരു മലക്കും ഉണ്ടാകും. ഫലാ യബ്സുഖ് ബൈന യദൈഹി വലാ അൻ യമീനിഹി, അള്ളാഹുവിന്റെ ആ അള്ളാഹു മുന്നിലുണ്ട്, അതുകൊണ്ട് മുൻഭാഗത്തേക്കോ വലതു ഭാഗത്ത് ഒരു മലക്കുണ്ടാകും, വലതു ഭാഗത്തേക്കോ നിങ്ങൾ തുപ്പരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ വഅൻ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല അതാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മസ്ജിദിനാ وفي يده عرجون فرأى في قبلة المسجد نخامة فأقبل عليها فحتها بالعرجون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നപ്പോൾ ഖിബ്ലയുടെ ഭാഗത്ത് ഇത് കണ്ടു. ആ ഈന്തപ്പനയുടെ ആ കുലയുണ്ടാകുന്ന ആ തണ്ട് അത് കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് കളഞ്ഞു. ثم قال أيكم يحب أن يعرض الله عنه, നിങ്ങൾ ആർക്കാണ് ഇഷ്ടമുള്ളത് അള്ളാഹു നിങ്ങളിൽ നിന്ന് തിരിഞ്ഞു പോകുന്നത് ആരാ ഇഷ്ടപ്പെടുക? ഇന്ന അഹദക്കും ഇദാ ഖാമ യുസല്ലി ഫഇന്ന അല്ലാഹ ഖിബ്ല വജ്ഹിഹി, നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുൻപിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഫലാ യബ്സുഖന്ന ഖിബ്ല വജ്ഹിഹി, നിങ്ങൾ ആ അള്ളാഹുവിന്റെ ആ ദിശയിലേക്ക് ഒന്നുകൊണ്ട് നിങ്ങൾ തുപ്പരുത്. വലാ അൻ യമീനിഹി, വലതു ഭാഗത്തേക്കും. വലിയബ്സുഖന്ന അൻ യസാരിഹി തഹ്ത റിജ്ലിഹി അൽ യുസ്ര, നിങ്ങൾ ഇടതു ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഇടത് കാലിന്റെ താഴ്ഭാഗത്തേക്കോ ആയിട്ട് തുപ്പുക. ഫൈൻ അജിലത് ബിഹി ബാദിറ ഫലിയത്ഫുൽ ബിസൗബിഹി ഹകദ, ഇനി പെട്ടെന്ന് എന്തെങ്കിലും തുപ്പേണ്ടി വരികയാണ്, ഇടതു ഭാഗത്തേക്ക് തുപ്പാനോ അല്ലെങ്കിൽ മണ്ണ് മാറ്റി അതിലേക്ക് തുപ്പാനോ ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഒരു വസ്ത്രത്തിന്റെ ഭാഗത്ത് അത് ആക്കിയിട്ട് കാണിച്ചു കൊടുത്തു എങ്ങനെയാണ്. അതുപോലെ ടിഷ്യോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് തുപ്പിയിട്ട് അത് ചുരുട്ടി വെക്കുന്ന അവസ്ഥയിൽ ചെയ്യുക എന്നുള്ളത്. ഇതേ ആശയം തന്നെ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. പിന്നെ അതിൽ വ്യത്യസ്തമായി വന്നിട്ടുള്ള ചില കാര്യങ്ങൾ, അൽ ബുസാഖു ഫിൽ മസ്ജിദി, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അൽ ബുസാഖു ഫിൽ മസ്ജിദി ഖതീഅത്തുൻ വ കഫാറത്തുഹാ ദഫ്നുഹാ, മസ്ജിദിൽ തുപ്പുക എന്നുള്ളത് തെറ്റാണ്, അതിനുള്ള പരിഹാരം അതിനെ മൂടലാണ്, അഥവാ മണ്ണിട്ട് അതിനെ ഒഴിവാക്കലാണ്. അതുപോലെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അത്തഫ്ലു ഫിൽ മസ്ജിദി സയ്യിഅത്തുൻ വ ദഫ്നുഹു ഹസനത്തുൻ, മസ്ജിദ് തുപ്പുന്നത് തെറ്റാണ്, അത് പിന്നെ ഒഴിവാക്കുക എന്നുള്ളത് നന്മയുമാണ് എന്ന്. പറയാം ഹദീസുകൾ ആശയത്തിൽ ചില വ്യത്യാസമായി വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് വായിക്കാം. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.